ഞാൻ കണ്ടതിൽ ഇത്രയും ലെങ്തിയായിട്ടുള്ള അവതാരകരെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അവതാരകർ തന്നെ കുറച്ച് ലെങ്തിയാക്കി. പിന്നെ ബിൻഡോയുടെ വികാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബിൻഡോ നന്ദി പറയേണ്ടവനാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് കോള് വന്നു, കടുത്തുരുത്തിലെ പള്ളിയിലെ അച്ഛനെ വിളിച്ചത്. അവൻ ഇത്രയും പേരുടെ പേര് പറഞ്ഞിട്ട് എന്റെ പേര് മാത്രം ആ കുട്ടി പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛനെ രാവിലെ അത് പോയി കണ്ടേക്കണം. ബിൻഡോ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ 8-9 വർഷമായിട്ട് അസിസ്റ്റന്റർ ബിൻഡോയോട് വിളിച്ചിട്ടാ പണം ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുമായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിൽക്കുമ്പോൾ, അതായത് ഈ വിവാഹപ്രായം എത്തിയിട്ട് നിൽക്കുന്ന ഒരു ചെറുക്കനോടോ പെണ്ണിനോടോ ചോദിക്കില്ലേ, നീ കല്യാണം കഴിക്കുന്നില്ലേ? അപ്പൊ നമുക്കൊരു സന്തോഷവും നാണമൊക്കെ വരും എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിൽക്കുമ്പോൾ ഈ സാഹിച്ചേട്ടനും ഈ സിദ്ധിക്കേട്ടനും നമ്മുടെ മുരളിച്ചേട്ടനൊക്കെ ജോണി പടം ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഞാൻ എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനോടും ചോദിക്കാറുണ്ട്. എടാ ഒച്ച പടം ചെയ്യുന്നില്ലേ? ജോയിനോട് ചേട്ടാ സബ്ജക്ട് നോക്കുന്നു, ഞാൻ എളുപ്പം ചെയ്യേ, ഒരുപാട് നിന്ന കുഴപ്പമായി പോകും. അങ്ങനെ ഞാൻ പറയാറുണ്ട്. അത് ഞാൻ അങ്ങനെ ഒരാളായിരുന്നുകൊണ്ടാണ്. ചിലരൊക്കെ എന്നെ അഭിനയിക്കാൻ വിളിക്കാറുമുണ്ട് കേട്ടോ. കൂടെ ലക്ഷ്യമൊന്നുമില്ല, മിക്കവാറും പേര് വിളിക്കാറുമില്ല.